പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, 10 കന്യകമാരുടെ ഉപമയാണ് ഇന്നേ ദിവസം ഈശോനാഥൻ നാമുമായിട്ട് പങ്കുവയ്ക്കുക. അതിൽ 5 പേര് വിവേകമതികളും 5 പേര് വിവേകശൂന്യരുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അനുഗ്രഹങ്ങളും വിവേകശൂന്യരുടെ ജീവിതം സംഭവിച്ച ദുരന്തത്തെയും കുറിച്ചാണ് വചനം നമ്മുമായിട്ട് പങ്കുവയ്ക്കുക. നമ്മുടെ ജീവിതത്തിലും വിവേകമില്ലാതെ തിരിച്ചറിവില്ലാതെ ജീവിച്ചാലും ഓരോ മനുഷ്യ ജീവിതത്തിലും സംഭവിക്കാൻ ഇടയുള്ള വലിയ ദുരന്തങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുക. അത് സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെയാണ്. അതിനാലും ഈ ബലിയിൽ നമ്മൾ അണയുമ്പോഴും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ അവസ്ഥകളുമൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. വിവേകശൂന്യരായി ജീവിച്ചു പോയ അവസ്ഥകളിൽ, പാപാവസ്ഥകളിലൂടെ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞും നമ്മുടെ പാപങ്ങൾ പൊറുത്തും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ, ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു,
സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനികന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനികന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവ്വലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനീശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു ദാനീകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായും അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ പിഞ്ചൊല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആണ്ടുവട്ടത്തിലെ 32-ാം ഞായർ, 1-ാം വായന. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. വിജ്ഞാനത്തെ അന്വേഷിക്കുന്നവർ അതിനെ കണ്ടെത്തുന്നു. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു.
ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജാഗരൂകരായിരിക്കുവിൻ, അതുപോലെ തയ്യാറായിരിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു അന്യോപദേശം അരുളി ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല.
വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്ത് വന്ന് അവനെതിരേൽക്കുവിൻ എന്ന് ആർപ്പ് വിളി ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങൾ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറും നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരും, നവംബർ മാസം പ്രത്യേകിച്ചും മരണത്തെക്കുറിച്ചും നമ്മുടെ വിധിയെക്കുറിച്ചും നമ്മിൽ നിന്ന് നമുക്ക് മുൻപേ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചും അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അവസ്ഥയെയും കുറിച്ചുമൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മാസം കൂടിയാണ് നവംബർ മാസം. ചെംതേരികളിലും തിരികൾ തെളിച്ചും സാധിക്കുന്നവരൊക്കെ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സെമിത്തേരികൾ സന്ദർശിക്കുകയും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. എന്നാലും ഇന്നത്തെ സുവിശേഷം തീർച്ചയായിട്ടും മരണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വയ്ക്കുക. അത് നമ്മുടെ മുൻപേ കടന്നുപോയവരുടെ മരണത്തെക്കുറിച്ചല്ല. ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ്. കർത്താവ് നാം പ്രതീക്ഷിക്കാത്ത സമയത്തും നേരത്തും കാലത്തുമൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുമ്പോൾ എണ്ണ വറ്റി പ്രകാശം അണഞ്ഞ ഒരവസ്ഥയിലാണെങ്കിൽ, അന്ധകാരത്തിൻ്റെ അവസ്ഥയാണെങ്കിലും അവൻ ഒരിക്കലും കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ള ഒരോർമ്മപ്പെടുത്തലും. ഒരുങ്ങാതെ അലസമായി ജീവിച്ചവർ തീർച്ചയായിട്ടും കടന്നു പോകുക ഒന്നില്ലെങ്കിൽ നരകത്തിലേക്ക്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക്. പ്രിയപ്പെട്ടവരും, വചനത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വിവാഹ വിരുന്ന് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളും അത് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ വിരുന്നിനെക്കുറിച്ചുമാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. രാജാവ് തൻ്റെ പുത്രൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ചുവെന്ന് കഴിഞ്ഞ ആഴ്ചയിലെ സുവിശേഷം, അതും ഒരു കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള വിളിയാണ്. പക്ഷെ പലരും അത് തിരസ്കരിച്ചുകൊണ്ട് തങ്ങളുടേതായ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ വ്യാപൃതരായും അവർ ചിലർ വയലിലേക്ക് പോയി അനുദിന ജോലികളിലേക്ക്,
അതിൽ മറ്റു ചിലർ അവർ കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളായില്ല എന്ന് പറഞ്ഞു. ഇനിയും ജീവിതം ബാക്കിയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു. വേറെ ചിലർ തങ്ങൾ സ്ഥലം മേടിച്ചു അതിനെ നോക്കുവാനായിട്ട് പോകുന്നു. ഇങ്ങനെ പല ഒഴിവ് കഴിവുകളും പറഞ്ഞുകൊണ്ട് വിരുന്നിൽ നിന്ന് അകന്നിരിക്കുന്നവരെ കർത്താവ് നശിപ്പിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സുവിശേഷ ഭാഗം പറഞ്ഞു വെച്ചു. ഈ ആഴ്ചയിലെ സുവിശേഷവും വിരുന്നിനെ കുറിച്ചാണ്. വെളിപാട് പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴും അന്ത്യവിധിയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ വിശ്വനാഥൻ പറഞ്ഞു വയ്ക്കുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. തീർച്ചയായും പുതിയ നിയമത്തിൽ എവിടെയൊക്കെ വിവാഹ വിരുന്ന് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതൊക്കെ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ വിരുന്നിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരുങ്ങിയവർക്ക് സാധിക്കുകയുള്ളൂ. വിവാഹ വസ്ത്രം ധരിച്ചവർക്ക്, വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചവർക്ക് സാധിക്കുകയുള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സാധിക്കുകയുള്ളൂവെന്ന് വചനങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കും. പ്രിയപ്പെട്ടവരും, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ ഞാനും നിങ്ങൾ ഓരോരുത്തരും നിൽക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസത്തിൽ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പ് വായിക്കുകയുണ്ടായി. അതിൻ്റെ 36-ാമത്തെ അധ്യായത്തിൽ ഈ കർത്താവിൻ്റെ ഒരു ദർശനത്തെക്കുറിച്ച് ഫൗസ്റ്റീന പറഞ്ഞു വയ്ക്കുക ഇങ്ങനെയാണ്: എനിക്ക് ഈശോയുടെ ഒരു ദർശനമുണ്ടായി. ഈശോനാഥൻ ശരീരം മുഴുവനും ഒരുപാട് മുറിവുകളുമായിട്ട് എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് മനസ്സിലായതെൻ്റെ വിധിയുടെ ദിവസമാണെന്ന്. പെട്ടെന്ന് തന്നെ ഈശോയുടെ ശരീരം മുഴുവനുമുള്ള മുറിവുകൾ അപ്രത്യക്ഷമായി. പിന്നീട് അവശേഷിച്ചത് ശരീരത്തിലെ 5 മുറിവുകളാണ്. ആ മുറിവുകളെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയ ഒരവസ്ഥയുണ്ടായി. കാരണം എൻ്റെ ഓരോ പാപാവസ്ഥകളും ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. ഞാൻ വിചാരിച്ച നിസ്സാരമായ കൊച്ചു പാപങ്ങൾ, ഞാനത് പലപ്പോഴും കുമ്പസാര കൂട്ടിൽ ഏറ്റുപറഞ്ഞിട്ടില്ല. കാരണം അതിനത്രമാത്രം വില കൊടുത്തിട്ടില്ല. എൻ്റെ അറിയാതെ കടന്നു വന്ന കൊച്ചു കൊച്ചു പാപങ്ങളും അതെൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. ആ തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ പാപങ്ങൾക്ക്, ആ കൊച്ചു കൊച്ചു പാപങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ട വില വലുതായിരുന്നു. കാരണം അത് എന്നെ ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയിലേക്കാണ് എന്നെ നീക്കിക്കൊണ്ടിരുന്നത്. ഈശോനാഥൻ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, നീ ആരാണ്? ഫൗസ്റ്റീന എങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അങ്ങയുടെ ദാസിയാണ്. പ്രിയപ്പെട്ടവരും, ഫൗസ്റ്റീനോട് പറയും, ഈശോ പറയും, നീ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയിൽ പ്രവേശിക്കണം. ഫൗസ്റ്റീന പറയും, ഞാൻ അപ്പോഴും ഈ ശുദ്ധീകരണ സ്ഥലത്ത് അഗ്നിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോ തന്നെ കരുണയോടുകൂടെ തടഞ്ഞുകൊണ്ട് പറയും, നീ തിരിച്ച് നിന്റെ ജീവിതത്തിലേക്ക് പോകുക. നിന്റെ ജീവിതത്തിൽ അനുദിന കുരിശുകൾ, അനുദിന വേദനകൾ, സഹനങ്ങൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഒറ്റപ്പെടുത്തലുകളൊക്കെ നീ ഏറ്റെടുക്കുക. ഈ ഒരു ദിവസത്തെ ഈ അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാളും ഭേദമാണ് നിന്റെ ഇനിയുള്ള വർഷങ്ങളിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങൾ. പല വിശുദ്ധരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചു. കാരണം നരകത്തിലെ അതേ അഗ്നി തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തുമുള്ളത്. നരകത്തിൽ കടന്നു ചെല്ലുന്ന മനുഷ്യന് പിന്നീട് ഒരിക്കലും ഒരു പ്രതീക്ഷയുമില്ല. അവൻ ജീവിതകാലം മുഴുവനും നരകത്തിലായിരിക്കും. അവനൊരിക്കലും അവിടെ നിന്നൊരു കടന്നുപോക്കില്ല. കാരണം അവൻ്റെ ജീവിതം ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല. അവൻ നിത്യ അഗ്നിയിലാണ്. അതുകൊണ്ടാണ് നരകത്തിൽ പ്രവേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പ്രായശ്ചിത്തം ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തിയത്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയും
നരകത്തിന് തുല്യമായ അഗ്നി തന്നെയാണെന്ന് ഒരുപാട് വിശുദ്ധര് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ആ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കിടക്കുന്ന ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്, അവനൊരു പ്രതീക്ഷയുണ്ട്. താൻ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ കാണുവാനായിട്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ആരാണ് നരകത്തിൽ പ്രവേശിക്കുക? ആരാണ് നരകത്തിൽ പ്രവേശിക്കുകയെന്നും തിരുസഭ പഠിപ്പിച്ചു വെച്ചത് ഇങ്ങനെയാണ്. കാരണം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ദൈവമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, കൂദാശകളിൽ വിശ്വാസമില്ല, ഞാൻ ദൈവകാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ല എന്ന് വാശി പിടിച്ച്, ഞാൻ പ്രാർത്ഥനയിൽ സംബന്ധിക്കില്ല എന്നത്തെ വാശി പിടിച്ച്, ദൈവത്തിനെയും പരിഹസിച്ചുകൊണ്ട് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ഉപേക്ഷിക്കുന്ന മനുഷ്യൻ, അവൻ കടന്നു പോകുന്ന വഴി നരകത്തിൻ്റെ അവസ്ഥയാണ്. എന്നാലും അനുദപിക്കാനായിട്ട് അവന് പല അവസരങ്ങൾ കിട്ടി. ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും, ഒരു ദിവസമെങ്കിലും ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനാരും നരകത്തിലേക്ക് പോകുകയില്ല. എന്നാൽ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിക്കാതെ, യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്, ദൈവമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നവരുടെ കൂടി ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്നവർ തീർച്ചയായിട്ടും കടന്നു പോകുന്ന സ്ഥലം നരകമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലിരിക്കുമ്പോൾ പറയാൻ സുഖമാണ്, എനിക്ക് ദൈവവിശ്വാസമില്ല, എനിക്കൊരു ദൈവത്തിലും വിശ്വാസമില്ല, ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ യുക്തിവാദിയാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എന്നാൽ മരണത്തിന് ശേഷം കിട്ടുന്ന അവസ്ഥ അത് നരകമാണ്. ആ നരകത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, കാരണം അനേകം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ നരകത്തിൽ നിന്ന് ഒരിക്കലും കടന്നു പോകാൻ സാധിക്കില്ല. എന്നാൽ ഒട്ടുമിക്ക ആളുകളും കടന്നു പോകുന്ന ഒരവസ്ഥ അത് ശുദ്ധീകരണ സ്ഥലമാണ്. അവൻ എത്രമാത്രം വലിയ പാപിയാണെങ്കിലും ഒരു നിമിഷമെങ്കിലും അവൻ അനുദപിച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്കൊക്കെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ശുദ്ധീകരിക്കപ്പെടാനായിട്ട് കരുണയോടെ ദൈവത്തിന് മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും ശുദ്ധീകരണ സ്ഥലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിവേകശൂന്യരായ ദാസിമാരുടെ ഒരു കുഴപ്പം, അവർ തങ്ങളുടെ കരങ്ങളിലുണ്ടായ എണ്ണയെക്കുറിച്ച് വലിയ കരുതലില്ലാത്ത മനുഷ്യരായിരുന്നു. എണ്ണ തീരുന്നതിനെക്കുറിച്ച് അവർക്കൊരു കരുതലുണ്ടായിരുന്നില്ല. മണവാളൻ വരാൻ വൈകി എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. അവർ വിചാരിച്ചു തങ്ങളുടെ കരങ്ങളിലുള്ള ആ നന്മകൾ, ആ കൃപകളും മതി തങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താൻ. അതിനാൽ കുറച്ച് കൃപകളുമൊക്കെയായിട്ടാണ് ഈ വിവേകശൂന്യരും കടന്നു വന്നത്. കാരണം അവരുടെ വിളക്കും കത്തിയിരുന്നു. എന്നാൽ അവർ അലസരായിരുന്നു, അവർ ശ്രദ്ധയില്ലാത്തവരായിരുന്നു. അവരുടെ എണ്ണ തീർന്നു പോയി. പിന്നീട് മണവാളം വന്നപ്പോൾ ഒട്ടും കത്തിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു വിളക്കായിട്ട്, ഒട്ടും പ്രകാശമില്ലാത്ത ഒരു വിളക്കായിട്ട് അവർ മാറി. അതാണ് അവരുടെ വലിയ ദുരന്തം. ഒട്ടുമിക്ക ക്രിസ്ത്യാനികളുടെ, നമ്മുടെ ഓരോരുത്തരും ദുരന്ത അവസ്ഥയെക്കുറിച്ചാണ് ഈശോ പറഞ്ഞു വയ്ക്കുക. നമ്മൾ ദേവാലയത്തിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊച്ചു കൊച്ചു നന്മകൾ നമ്മളെ കൊണ്ട് അറിഞ്ഞ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമാത്രം മതിയെന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ അതിലൂടെ ലഭിച്ച കൃപകളും ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ, ദൈവം മരണവുമായിട്ട് കടന്നു വരുന്ന നിമിഷത്തിൽ അതിലെ എണ്ണകൾ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കില്ല. അവൻ തീർച്ചയായും കടന്നു പോകുക ശുദ്ധീകരണ സ്ഥലത്തേക്കാണ്. എന്നാൽ വിശുദ്ധരായ വ്യക്തികൾ അവരുടെ ജീവിത അന്ത്യം വരെ അവരെ എണ്ണ കാത്തു സൂക്ഷിച്ചു. അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിലേക്ക് തിരിഞ്ഞു നടന്നില്ല, വന്ന വഴികളിലേക്ക് തിരിച്ചു പോയില്ല. തെറ്റെന്ന് തിരിച്ചറിഞ്ഞ വഴികളെ പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിച്ചു. അവരുടെ വിളക്കിൽ അത് നിറഞ്ഞ് കവിഞ്ഞ എണ്ണയുണ്ടായിരുന്നു. അവരുടെ പ്രകാശം
കത്തിജ്വലിച്ചിരുന്നു. അതിനാൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം പറഞ്ഞു വയ്ക്കും, എനിക്ക് നിന്നെക്കുറിച്ച് ഒന്ന് പറയുവാനുണ്ട്. നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പോൾ എന്നോടില്ല. അതിനാൽ നിനക്ക് എവിടെ തെറ്റുപറ്റി എന്ന് നീ തിരിച്ചറിഞ്ഞ് നീ 10 മടങ്ങ് സ്നേഹത്തോടെ തിരിച്ചു വരിക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വന്ന് നിൻ്റെ ദീപപീഠത്തിൽ നിന്ന് നിൻ്റെ വിളക്കെടുത്ത് ഞാൻ മാറ്റും. പിന്നീട് നിൻ്റെ ജീവിതം അന്ധകാരമായി തീരും. അത് പ്രിയപ്പെട്ടവരെ, ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട കാലഘട്ടമാണിത്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നൊരു ജീവിതമല്ല. അത് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചു വചനത്തിലൂടെ. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒരുപാട് വിശുദ്ധർ അത് കൃത്യമായിട്ട് കണ്ട് നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകി. ഇങ്ങനെയാണ് ആ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അവസ്ഥ എന്ന് കൃത്യമായിട്ട് നമുക്ക് പകർന്നു നൽകി. നരകത്തിൻ്റെ അവസ്ഥ ഇതാണെന്ന് കൃത്യമായിട്ട് പകർന്നു നൽകി. എന്നിട്ടും ശ്രദ്ധയില്ലാതെ എനിക്ക് ഈ ലോകത്ത് സുഖിച്ചും മദ്യപിച്ചും മറ്റുള്ളവരോട് വഴക്കിട്ടുമൊക്കെയാണ് ഇനിയും ജീവിക്കുന്നതെങ്കിൽ കടന്നു ചെല്ലേണ്ട ഇടം ശുദ്ധീകരണ സ്ഥലമാണ്. അവിടുത്തെ അഗ്നി നരകത്തിന് തുല്യമായ അഗ്നിയാണ്. ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടി ജീവിക്കാനുള്ള വലിയ കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിച്ച് വിവേകമുള്ള മനുഷ്യർക്ക് തുല്യമായി ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി ഭക്തിയോടെ നമുക്ക് അർപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം ഭക്തിയോടെ നമുക്ക് പ്രഖ്യാപിക്കാം. ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനായ പിതാവ് ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജേതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുമായി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരാനുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുമുള്ള എല്ലാവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ള എല്ലാവരും അവിടുത്തെ സഹായത്താൽ തങ്ങൾ വ്രതപ്രതിജ്ഞ വിശ്വാസത്തോടെ കാത്തുപാലിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായും സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ
അവിടത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പലവിധ രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് കോവിഡ് രോഗാവസ്ഥ മൂലം വിഷമിക്കുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വലിയ കരുണയുണ്ടാകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ ചിന്തയുമില്ലാതെ ഈ ലോക കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന വിവേകശൂന്യരായ മനുഷ്യരെ വിവേകമുള്ളവരായി മാറ്റണമേ എന്നും ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അവരെ സഹായിക്കണമേ എന്നും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണം മൂലം നമ്മൾ കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ടവര് അവരായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത് അവരനുഭവിക്കുന്ന വലിയ യാതനകളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ബലിയുടെയും യോഗ്യതയാൽ ദൈവത്തിൻ്റെ വലിയ കരുണ ചൊരിയണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രത്യേകിച്ച് കടബാധ്യതകൾ, രോഗങ്ങൾ, രോഗത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ, അസ്വസ്ഥതകളൊക്കെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളെ യോഗ്യതകളായി യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. സഹോദരരും എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അർപ്പിക്കപ്പെട്ട ഈ ബലി വസ്തുക്കൾ സംപ്രീതിയോട് അങ്ങ് കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പുത്രൻ്റെ പീഡാസഹന രഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തി സ്നേഹത്തോടെ ഞങ്ങൾ പിഞ്ചൊല്ലുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങയ്ക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ ശ്രേഷ്ഠാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവ സൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമാങ്ങി സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധൻ ഒരേ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസ്സരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. ഈശോനാഥൻ ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കാനായിട്ട്, നമ്മുടെ എല്ലാ അവസ്ഥകളുടെ മേലും കടന്നു വരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി
ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. മരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷക, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞളരൂപതധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേബിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ
അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും വിശുദ്ധ അന്തോണീസിനോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്നു ചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു പ്രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചും ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്തും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. യേശുവിൻ ശരീരമേ യേശുവിൻ തിരുനിണമേ യേശുവിൻ ഹൃദയജലമേ യേശുവിൻ
നാഥ നിൻ തിരുമുറിവിൽ എനിക്കഭയം നൽകണമേ. മേലിൽ വേർപിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ. എല്ലാ തിന്മയിൽ നിന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം വന്നണയുമ്പോ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പോകാം എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരും ഒന്നാം നിന്നെ സതതം വാഴ്ത്തിടുവാൻ. പ്രിയപ്പെട്ടവരെ, 2020-21 പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ കൊമ്പ്രിയ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ 17-ാം BCC യൂണിറ്റിലെ ശ്രീ പിയൂസ് പെതിരുകുട്ടിയെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ 1-ാം തീയതി ഞായറാഴ്ച നടന്ന സന്താമേശയിൽ തെരഞ്ഞെടുത്ത കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. പിയൂസ് പെതിരുകുട്ടിയുടെ 2020-21 പ്രസിഡന്റിയായി വായിക്കുന്നത് അടുത്ത ഞായറാഴ്ച 2ാമത്തെ ദിവ്യബലിക്ക് ശേഷമായിരിക്കും. അടുത്ത ഞായറാഴ്ച 2ാമത്തെ ദിവ്യബലി ക്രമീകരിക്കേണ്ടത് പുതിയ പ്രസിഡന്റിമാരും കുടുംബവും അതോടൊപ്പം തന്നെ കൊമ്പ്രിയ സഭ അംഗങ്ങളുമാണ്. ഈ കൊമ്പ്രിയ സഭയിലെ മറ്റ് സ്ഥാനക്കാരെയും ഇതോടൊപ്പം തന്നെ വായിക്കുന്നതായിരിക്കും എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ഞായറാഴ്ച മുതൽ രാവിലെ 2ാമത്തെ കുർബാന 7:15 നമ്മളിപ്പോൾ നടത്തുന്നത്. അത് 7:30 മണിക്കായിട്ട് മാറ്റുന്നതായിരിക്കും. നേരത്തെ അർപ്പിച്ചിരുന്നത് പോലെ 7:30 മണിക്കായിരിക്കും ഇനി മുതൽ ഞായറാഴ്ചത്തെ 2ാമത്തെ ദിവ്യബലി. പ്രത്യേകിച്ച് അടുത്ത വർഷത്തെ പ്രസിഡന്റിയായിട്ട് തിരഞ്ഞെടുത്ത പീസേട്ടനെ നമുക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി അറിയിക്കാം. പ്രിയപ്പെട്ടവരെ, അടുത്ത ഞായറാഴ്ച മുതൽ വൈകിട്ടുള്ള ദിവ്യബലിയും ഇനി അടുത്ത ഞായറാഴ്ച മുതൽ ഉണ്ടായിരിക്കും. വൈകിട്ട് 4:30 മണിക്കായിരുന്നു നേരത്തെ നമ്മൾ ദിവ്യബലി ഞായറാഴ്ച അർപ്പിച്ചിരുന്നത്. അതടുത്ത ഞായറാഴ്ച മുതൽ വൈകിട്ട് 5 മണിക്കായിരിക്കും. കാരണം ദിവ്യബലിക്ക് വരുന്നവരെ തിരക്ക് കുറക്കുവാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് കുറേ ആളുകൾ വൈകുന്നേരമുള്ള ദിവ്യബലിക്കും വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വൈകിട്ട് 5 മണിക്കായിരിക്കും ഇനി മുതൽ അടുത്ത ഞായറാഴ്ച മുതലുള്ള ദിവ്യബലി ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രത്യേക യുവജനങ്ങൾക്ക് വേണ്ടി ദേവാലയങ്ങൾ അവരുടെ സാന്നിധ്യം വളരെ കുറവാണ്. ദിവസങ്ങളിൽ നമ്മൾ ദേവാലയം തുറന്നു വെച്ചിട്ടുണ്ട്. ബലിയർപ്പിക്കാനായിട്ട് യാതൊരു തടസ്സവുമില്ല. ആളുകൾ വലുതായിട്ട് കൂടരുത് എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിലും 2ാമത്തെ ദിവ്യബലിക്ക് വലിയ തിരക്കുകളൊന്നുമില്ല. ദിവസാനുദിന ബലിയിൽ സംബന്ധിക്കണം എന്നാഗ്രഹിക്കുന്നവർ ആദ്യത്തെ ദിവ്യബലിക്ക് നല്ല തിരക്കാണ്. 2ാമത്തെ ദിവ്യബലിയിലെങ്കിലും വന്ന് അർപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെയും യുവജനങ്ങളെയൊക്കെ ദേവാലയത്തോട് ചേർത്ത് നിർത്തണമേ എന്നും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം മുറിക്കലിൽ കർത്താവായ യേശുവിനെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപോഷിതരായും അങ്ങേ കാരുണ്യം കേണപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു.
അങ്ങേ ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരിലെല്ലാം നിഷ്കളങ്കതയുടെ കൃപ നിലനിൽക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചും. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. പ്രിയപ്പെട്ട